നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മാള ഉപജില്ലാ ശാസ്ത്രമേള സമാപിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 384 പോയിന്റ് നേടി മാള സെന്റ് ആന്റണീസ് സ്കൂളും ഹൈസ്കൂൾ വിഭാഗത്തിൽ സൊക്കോർസോ ഗേൾസ് സ്കൂളും UP LP വിഭാഗത്തിൽ കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് സ്കൂളും ഒന്നാം സ്ഥാനം നേടി. നാട്ടിലെ സാധ്യതകൾ മനസ്സിലാക്കാതെ അറിവ് നേടി യുവാക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന പ്രവണത കുറയ്ക്കണമെന്ന് MP ബെന്നി ബെഹനാൻ അഭിപ്രായപ്പെട്ടു. MES അസ്മാബി കോളേജിൽ സംഘടിപ്പിച്ച DSER 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക സ്കൂളിൽ നടന്നുവന്ന മാള ഉപജില്ലാ ശാസ്ത്രമേള സമാപിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 384 പോയിന്റ് നേടി മാള സെന്റ് ആന്റണീസ് സ്കൂൾ ഒന്നാം സ്ഥാനം നേടി. 345 പോയിന്റ് നേടി സൊക്കോർസോ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും 361 പോയിന്റ് നേടി ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കി. 268 പോയിന്റ് നേടി ആളൂർ സെന്റ് ജോസഫ് EMHS ആണ് രണ്ടാം സ്ഥാനത്ത്. UP വിഭാഗത്തിൽ കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് GHS 189 പോയിന്റോടെ ഒന്നാം സ്ഥാനവും 147 പോയിന്റ് നേടി സൊക്കോർസോ GHSS രണ്ടാം സ്ഥാനവും നേടി. LP വിഭാഗത്തിൽ 164 പോയിന്റ് നേടി കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് LP സ്കൂൾ ഒന്നാം സ്ഥാനവും 155 പോയിന്റ് നേടി സൊക്കോർസോ LP സ്കൂൾ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി. സമാപന സമ്മേളനം പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം ചെയ്തു. ശിക്ഷണത്തിൽ അതിൻ്റെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി അധ്യാപകർ ഓരോ വിദ്യാലയത്തെയും കണ്ടുകൊണ്ട് കുട്ടികളുടെ കഴിവിനനുസരിച്ചുള്ള പാഠ്യേതര പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഓരോ ദിവസവും അതിൻ്റെ മേന്മയിൽ നിന്നുകൊണ്ട് തന്നെ അങ്ങനെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ നമ്മുടെ വിദ്യാലയങ്ങളിൽ വരുന്ന വിദ്യാർത്ഥിനികൾക്ക് ഓരോ പാഠ്യ വിഷയങ്ങളും പങ്കുവയ്ക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ വിദ്യാലയത്തെയും തദ്ദേശ സ്ഥാപനങ്ങൾ മാത്രമല്ല ജനപങ്കാളിത്തത്തോടുകൂടി തന്നെ അതിന് വിവിധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു. മാള AEO KK സുരേഷ് സമ്മാന വിതരണം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് മുഖ്യാതിഥിയായിരുന്നു. വാർഡ് മെമ്പർ KV രഘു, പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജയ ബിജു, സംഘാടക സമിതി ജോയിന്റ് കൺവീനർ K മധു, വികസന സമിതി ട്രഷറർ TK സുരേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. 2 ദിവസങ്ങളിലായി നടന്നു വന്ന ശാസ്ത്രോത്സവത്തിൽ 90 വിദ്യാലയങ്ങളിൽ നിന്നായി 3000-ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. നാട്ടിലെ സാധ്യതകൾ മനസ്സിലാക്കാതെ അറിവ് നേടി യുവാക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന പ്രവണത കുറയ്ക്കണമെന്ന് MP ബെന്നി ബെഹനാൻ അഭിപ്രായപ്പെട്ടു. MES അസ്മാബി കോളേജിൽ സംഘടിപ്പിച്ച ദ്വിദിന ഉന്നത വിദ്യാഭ്യാസ പ്രദർശനമായ DSER 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഞാനിവിടെ വന്നപ്പോൾ തന്നെ പ്രിൻസിപ്പലിനോടും സംഘാടകരോടും ചോദിച്ച ഒരു വിവരം, എങ്ങനെ ഇത് കുട്ടികൾ പ്രയോജനപ്പെടുത്തുന്നതാണ്. ആശാവഹമായ ഒരു അഭിപ്രായമാണ് അവർക്ക് വേണ്ടത്. കുട്ടികൾ വരുന്നുണ്ട്, കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, താല്പര്യപ്പെടുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ മേഖലയുടെ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അനന്തമായ സാധ്യതകൾ, അതിൻ്റെ അറിവും നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക എന്നതാണ് സ്വാഭാവികമായും ഇത്തരം സംരംഭമുണ്ടാകുന്നത്. ഒരുപക്ഷെ നമ്മളൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ ഇങ്ങനെ എക്സ്പോയിൽ ആവശ്യം. കാര്യം അന്ന് വിദ്യാഭ്യാസത്തിന് പരിമിതികളുണ്ടായിരുന്നു. വിഷയങ്ങൾ തന്നെ കുറവേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ വിഷയങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള വിദ്യാഭ്യാസമാണ്, അറിവാണ് ലഭിച്ചത്. ഇന്നിപ്പോൾ നമുക്കറിയാം, അറിവിൻ്റെ രംഗത്ത് നോളജ് റെവല്യൂഷൻ നടക്കുന്നൊരു കാലഘട്ടം. അതുകൊണ്ട് അറിവ് വർദ്ധിക്കുന്നത് മാത്രമല്ല, വ്യത്യസ്തമായ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അറിവിൻ്റെ സാധ്യതകളെയും അതിൻ്റെ മേഖലയും വർദ്ധിച്ചുകൊണ്ടിരിക്കുക.
ആ പരിമിതമായ സബ്ജക്റ്റിലൂടെ അറിവ് തേടി ജീവിതത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അതനുസരിച്ചുള്ള ജോലി സാധ്യതകൾ അതുമാത്രമായിരുന്നു പണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുമായി ബന്ധപ്പെട്ടത്. പുതുതലമുറ സമൂഹത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ മാനവിക വിഷയങ്ങൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. രക്ഷിതാക്കൾ തമ്മിലുള്ള മത്സരങ്ങളും അവരുടെ അഭിരുചികൾ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്നതും കുട്ടികളെ വിദ്യാഭ്യാസത്തിൽ നിന്ന് അകറ്റുന്നതായി MP കൂട്ടിച്ചേർത്തു. MES അസ്മാബി കോളേജും തൃശൂർ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് കോളേജിയറ്റ് എഡ്യൂക്കേഷനും ചേർന്ന് സംഘടിപ്പിച്ച പ്രദർശനത്തിൽ കോളേജ് മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് അധ്യക്ഷത വഹിച്ചു. MES സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ മുഖ്യാതിഥിയായിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സനന്ദ് C സദാനന്ദ് പ്രദർശന നഗരിയിലെ വൈവിധ്യങ്ങൾ പരിചയപ്പെടുത്തി. MES തൃശൂർ ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ് ഷമീർ, ജില്ലാ സെക്രട്ടറി KM അബ്ദുൽ ജമാൽ, അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ KP സുമേധൻ, PTA വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ, ഭാരവാഹികളായ AA മുഹമ്മദ് ഇക്ബാൽ, ഷാഹിം ഷാഹുൽ എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 10 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മലയോര മേഖലയിലുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില കുറഞ്ഞു. പവന് 600 രൂപയും ഗ്രാമിന് 75 രൂപയുമാണ് ഇന്ന് കുറഞ്ഞത്. ഇതോടെ പവന് 91,720 രൂപയും ഗ്രാമിന് 11,465 രൂപയുമായി. കഴിഞ്ഞ ദിവസം രാവിലെയും ഉച്ചയ്ക്കുമായി 2 തവണയാണ് സ്വർണ്ണവില കുറഞ്ഞത്. രാവിലെ ഗ്രാമിന് 310 രൂപയും പവന് 2,480 രൂപയും കുറഞ്ഞിരുന്നു. ആഗോള വിപണിയിൽ സ്വർണ്ണവില കുറഞ്ഞതോടെയാണ് ഇന്ത്യയിലും സ്വർണ്ണവില കുറഞ്ഞത്. കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രവർത്തനങ്ങളുടെ ചില ഭാഗങ്ങൾ മീറ്റിംഗിന് മുന്നായി നമ്മളിവിടെ പ്രദർശിപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. സംഘടനാ പ്രവർത്തനത്തിൽ വളരെ ശക്തിമത്തായ രീതിയിൽ വ്യാപാരികളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിച്ചുകൊണ്ട് സമൂഹ നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുക എന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രവർത്തന ശൈലി അതേപടി ഏറ്റെടുത്തുകൊണ്ട് ശക്തമായ സംഘടനാ പ്രവർത്തനമാണ് കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ, അനുകരണീയമായ പ്രവർത്തനങ്ങൾ, മറ്റു യൂണിറ്റുകൾക്ക് അനുകരിക്കാവുന്ന പ്രവർത്തനങ്ങൾ, അതല്ലെങ്കിൽ മറ്റു യൂണിറ്റുകൾക്ക് കഴിയാത്തത് അസൂയാവഹമായ രീതിയിൽ പ്രാവർത്തികമാക്കുന്ന അസോസിയേഷൻ പ്രസിഡന്റ് NR വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഭദ്രം പദ്ധതിയുടെ 10 ലക്ഷം രൂപയുടെ ധനസഹായ വിതരണം ജില്ലാ സെക്രട്ടറി KI നജാഹ് നിർവഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മഞ്ഞളി, ഷൈന ജോർജ്, ഫൗസിയ ഷാജഹാൻ, പ്രതീഷ് പോൾ, നെയ്സൺ മാത്യു, സുബേർ വാഴാലിപ്പാടം എന്നിവരെ യോഗത്തിൽ ആദരിച്ചു. നഗരം മുഴുവൻ ക്യാമറ നിരീക്ഷണത്തിൽ കൊണ്ടുവരുന്ന പദ്ധതിയുടെ പ്രഖ്യാപനം പ്രസിഡന്റ് NR വിനോദ് കുമാർ നിർവഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാള ഉപജില്ലാ ശാസ്ത്രമേള സമാപിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 384 പോയിന്റ് നേടി മാള സെന്റ് ആന്റണീസ് സ്കൂളും ഹൈസ്കൂൾ വിഭാഗത്തിൽ സൊക്കോസോ ഗേൾസ് സ്കൂളും UP LP വിഭാഗത്തിൽ കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് സ്കൂളും 1ാം സ്ഥാനം നേടി. നാട്ടിലെ സാധ്യതകൾ മനസ്സിലാക്കാതെ അറിവ് നേടി യുവാക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന പ്രവണത കുറയ്ക്കണമെന്ന് MP ബെന്നി ബെഹനാൻ അഭിപ്രായപ്പെട്ടു. MES അസ്മാബി കോളേജിൽ സംഘടിപ്പിച്ച DSER 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.